കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കിളിക്കൂട്ടിലുള്ള എല്ലാവരും സുധീഷിൻ്റെയും നിധിയുടെയും കല്യാണം കഴിഞ്ഞ് അങ്ങനെ ഹണിമൂണ് പോയിരിക്കുകയാണ്. അങ്ങനെ അവർ ഒരു റിസോർട്ടിലാണ്. അങ്ങനെ റിസോർട്ടിൽ നിന്നും രാവിലെ നികേഷും ഹരീഷും സുഭാഷും ഇങ്ങനെ സുധീഷിനെയും നിധിയെയും കാത്തു നിൽക്കുകയായിരിക്കും. അപ്പോൾ നികേഷ് പറയും, എത്രങ്ങാനും നേരമായി ഇതുവരെ സുധീഷ് ഏട്ടൻ വന്നില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഹരീഷ് പറയും, നീ ഇവിടെ ഒന്നായിട്ട് ചുറ്റി കാണാൻ വന്നതാണെങ്കിൽ അവരതിനല്ല വന്നത് എന്ന് പറയാണ്. അപ്പോൾ സുഭാഷ് പറയും, നീ ഒന്നും മിണ്ടാതെ നിൽക്ക് ഹരീഷ് എന്ന് പറയാണ്. അപ്പോൾ നികേഷ് ചോദിക്കും, എന്താ ഹരീഷ് ഏട്ടൻ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുഭാഷ് പറയും, അവനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ നികേഷ് പറയും, എന്തോ ഒന്ന് പറഞ്ഞു. ഈ സുധീഷേട്ടനെ ഞാനൊന്ന് പോയി വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ പോകാൻ നിൽക്കുന്ന സമയത്ത് സുഭാഷ് പറയും, നീ പോകണ്ട, അവരിങ്ങോട്ടേക്ക് വന്നോളൂ എന്ന് പറയാണ്. അപ്പോൾ നികേഷ് പറയും, ഇനി എവിടെയെല്ലാം കാണാനുണ്ട്, ഇനി നാളെ ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോൾ സുഭാഷ് പറയും, അവരിപ്പോൾ വരും എന്ന് പറയാണ്. അങ്ങനെ നിധിയും സുധീഷും ഇങ്ങനെ റൂമിൽ നിന്നും പുറത്തോട്ടേക്ക് വരികയാണ്. പിന്നീട് സുധീഷും നിധിയും അവരുടെ അടുത്തോട്ടേക്ക് വരുന്ന സമയത്ത് നികേഷ് പറയും, ഒരുപാട് സമയമായി നിങ്ങളെ കാത്തു നിൽക്കുന്നു എന്ന് പറയണേ. അപ്പോൾ സുധീഷ് പറയും, എങ്കിൽ നമുക്ക് പോകാം എന്ന് പറയണം. അപ്പോൾ നികേഷ് ചോദിക്കും, രാവിലെ സുധീഷേട്ടൻ ഈ ഷർട്ടല്ലല്ലോ ഇട്ടിരുന്നത്, ഇപ്പം എന്തേ ഷർട്ട് മാറ്റിയതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ സുധീഷ് പറയും, അത് നിനക്ക് മറന്നു പോയതായിരിക്കും, ഞാൻ രാവിലെയും ഈ ഷർട്ട് തന്നെയാണ് ഇട്ടിരുന്നത് എന്ന് പറയാണ്. അപ്പോൾ നികേഷ് പറയും, അല്ല സുധീഷേട്ടൻ ഈ ഷർട്ടല്ല ഇട്ടിരുന്നത് എന്ന് പറയാണ്, നിനക്ക് എന്തോ ഓർമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നികേഷിനെയും കൊണ്ട് അവിടെ നിന്നും പോകുകയാണ്. ഇവിടെ ഹരീഷും നികേഷും സുധീഷും സുഭാഷും നിധി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരു ചെറുക്കൻ വ്ളോഗ് ചെയ്യുന്നുണ്ടാകും. ആ സമയത്ത് സുധീഷ് നിധിയോട് പറയും, നിധി ഇതുപോലെ വ്ളോഗ് ചെയ്തോ എന്ന് പറയണം. ആ സമയത്ത് നിധി, ഞാനോ? അതെ എന്ന് പറയാണ് സുധീഷ്. ഞാൻ അതുണ്ടാക്കി ഇതുണ്ടാക്കി, ഞാൻ ജോലിക്ക് പോയി, ഞാനിങ്ങനെ ടൂറൊക്കെ പോയി എന്ന് പറഞ്ഞുകൊണ്ടൊരു വ്ളോഗ് ചെയ്യുക എന്ന് പറയാണ്. ആ സമയത്ത് നികേഷ് പറയും, ഞാൻ നിങ്ങളെ ക്യാമറാമാൻ എന്ന് പറയണം. അപ്പോൾ സുഭാഷ് പറയും, നീ ഇപ്പോൾ പഠിക്കാൻ നോക്കുക എന്ന് പറയണം. അപ്പോൾ നികേഷ് പറയും, ഏട്ടാ ഞാനത് വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതാണെന്ന് പറയുകയാണ്. അങ്ങനെ നികേഷ് പറയും, നമുക്ക് അവിടെ എല്ലാം കാണുക എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചു കൊണ്ട് പോവാണ്. അപ്പോൾ സുധീഷ് നിധിയോട് പറയും, നിധി എങ്ങോട്ടേക്കാണ് പോകുന്നത്, നമുക്ക് ഒരുമിച്ച് നിന്ന് ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ നിധി ഓക്കെ എന്ന് പറയുകയാണ്. എന്നിട്ട് സുധീഷും നിധിയും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ആ സമയത്ത് സുധീഷ് പറയും, അവിടെ അതാ ഒരു വെള്ളക്കൊക്കെ എന്ന് പറയണം. അപ്പം നിധി അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് സുധീഷ് നിധിയെ ഉമ്മ വെക്കുന്നുണ്ട്. അപ്പം നിധി ചോദിക്കുന്നുണ്ട്, എന്താ സുധീഷ് കാണിക്കുന്നത് ചോദിക്കുകയാണ്. അങ്ങനെ സുധീഷ് ഫോണിലുള്ള ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിധി പറയും, ഇത് ഡിലീറ്റ് ചെയ്യൂ സുധീഷ്, ഇത് ആരെങ്കിലും കണ്ടാലോ എന്ന് പറയണം. അപ്പോൾ സുധീഷ് പറയും, ഇത് ഞാൻ എൻ്റെ ഫോണിൻ്റെ വാൾപേപ്പർ ആക്കാൻ പോകുകയാണെന്ന് പറയണം. അപ്പോൾ നിധി പറയും, അതൊന്നും വേണ്ട എന്ന് പറയണം. അപ്പോൾ സുധീഷ് പറയും, ഞാൻ ഇനി അങ്ങോട്ടേക്ക് നോക്കും, ആ സമയത്ത് നിധി എന്നെ ഉമ്മ വെക്കണം എന്ന് പറയണം. അപ്പോൾ നിധി പറയും, ഇത് നമ്മളുടെ റൂമല്ല, ഇത് പരിസരമാണ്, ഇവിടെയൊക്കെ ആളുകളുണ്ട് എന്ന് പറയാണ്. അങ്ങനെ നിധി പറയണേ, എനിക്കതിനൊന്നും വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും നിധി പോകും. പിന്നീട് നികേഷും സുഭാഷും ഹരീഷും വ്യൂ പോയിൻ്റ് അടുത്തോട്ടേക്ക് ചെല്ലുക. അപ്പോൾ വ്യൂ പോയിൻ്റ് അടുത്ത് ചെല്ലുന്ന സമയത്ത് സുഭാഷ് പറയും, താഴോട്ടേക്ക് നോക്കാൻ എനിക്ക് പേടിയാകുന്നു, അങ്ങോട്ടേക്കൊന്നും പോകേണ്ട, അങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് നികേഷിനെയും ഹരീഷിനെയും പിടിച്ചു വലിക്കുകയാണ്. ആ സമയത്ത് നികേഷും ഹരീഷും പറയും, സുഭാഷ് ഏട്ടാ ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം എന്ന് പറയണം. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നിധി വരുന്നത്. അപ്പോൾ സുഭാഷ് പറയും, ഇവിടുന്ന് താഴോട്ടേക്ക് എനിക്ക് നോക്കാൻ തന്നെ പേടിയാകുന്നു എന്ന് പറയാണ്. ഇവിടുന്ന് ഇനി താഴോട്ടേക്കായിട്ട് വീഴും എന്ന് പറയാണ്. അപ്പോൾ നിധി പറയും, അതൊന്നും ഇല്ല സുഭാഷ് ഏട്ടാ, ഇവിടെ നിന്ന് ഒരുപാട് ആളുകൾ ഫോട്ടോസ് എടുക്കാനായിട്ട് തന്നെ വരാറുണ്ട് എന്ന് പറയണം. അപ്പോഴാണ് നിധി സുധീഷ് എന്ന് വിളിക്കുന്നത്. ആ സമയത്ത് നിധിയുടെ കൂടെ സുധീഷ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് ദൂരെ ഇങ്ങനെ നിന്ന് കടല തിന്നുണ്ടാകും. അപ്പോൾ നിധി പറയും, സുധീഷ് ഇങ്ങോട്ട് വാ, ഇവിടേക്ക് വാ എന്ന് പറയുകയാണ്. അവിടെ ഇരുന്ന് കടല തിന്നോന്ന് ചോദിക്കണം. എന്നിട്ട് സുധീഷ് അവരുടെ അടുത്തോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് നികേഷും ഹരീഷും പറയും, എന്താ സുധീഷ് ഏട്ടന് കടല തിന്നണോ ചോദിക്കുകയാണ്. എന്നിട്ട് ആ കടല വാങ്ങിക്കുകയാണ്. അപ്പോൾ സുഭാഷ് സുധീഷിനോട് പറയും, എടാ എനിക്ക് ഇവിടെ നിന്ന് താഴോട്ടേക്ക് നോക്കാൻ പേടിയാകുന്നു എന്ന് പറയണേ. അപ്പോൾ സുഭാഷിൻ്റെ അടുത്തോട്ടേക്ക് ചെന്നിട്ട് പറയും, എന്തിനാ സുഭാഷ് ഏട്ടൻ പേടിക്കുന്നത്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷിനെ പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ സുഭാഷ് പറയും, എനിക്ക് തല ചുറ്റുന്നുണ്ട്, എനിക്ക് പേടിയാണെന്ന് പറയാണ്. പിന്നീട് നിധിയും സുധീഷും കൂടെ വ്യൂ പോയിൻ്റ് അവിടെ ചെന്ന് നിൽക്കുകയാണ്. എന്നിട്ട് സുധീഷ് പറയും, ഞാൻ ഇവിടെ നിന്നും ഉറക്കനെ വിളിച്ച് പറയും, നിധി ഐ ലവ് യു എന്ന്. അങ്ങനെ സുധീഷ് അവിടെ നിന്നും നിധി ഐ ലവ് യു എന്ന്
വിളിച്ച് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ നിധിക്ക് വളരെയധികം സന്തോഷമാകുകയാണ്. അപ്പോൾ സുധീഷ് പറയും, ഇതുപോലെ ഇനി നിധിയും ഇവിടെ നിന്ന് വിളിച്ച് പറയണേ എന്ന് പറയണം. അപ്പോൾ നിധി പറയും, ഞാനോ, എനിക്ക് പേടിയാണ്, ആളുകൾ കേൾക്കും. സുധീഷ് പറയും, ആളുകൾ കേട്ടോട്ടെ, അതൊന്നും എനിക്ക് പ്രശ്നമേ അല്ല എന്ന് പറയാണ്. അങ്ങനെ ഒരുപാട് നേരം നിർബന്ധിച്ചതിന് ശേഷം നിധി അവിടെ നിന്നും സുധീഷ് ഐ ലവ് യു എന്ന് ഉറക്കനെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ സുധീഷിന് വളരെയധികം സന്തോഷമായിട്ട് സുധീഷ് കരയുന്നുണ്ട്. ആ സമയത്ത് സുധീഷ്, ഒരിക്കലും ഞാൻ കരുതിയില്ല നിധി ഇങ്ങനെ പറയുമെന്ന് പറയുകയാണ്. പിന്നീട് സുധീഷിനോട് പറയും, എനിക്ക് സുധീഷിനോട് ഒരു കാര്യം ചെവിയിൽ പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷിനോട് പറയണം. ആ സമയത്ത് സുധീഷിൻ്റെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ് നിധി. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.